നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ അർജന്റീനയും പോർച്ചുഗലും ഒക്കെ റൗണ്ട് ഓഫ് 32 കടന്നിട്ടുണ്ടല്ലോ. നാളെ രാവിലെ 2 ടീമിനും കളിയുണ്ട്. ഏതായാലും പുലർച്ചെ 5 മണിക്ക് പോർച്ചുഗൽ കൊളംബിയക്കെതിരെ അവരുടെ ഗ്രൂപ്പിലെ അവസാന മത്സരം കളിക്കാൻ ഇറങ്ങുകയാണ്. കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് റോബർട്ടോ മാർട്ടിനസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം, പോർച്ചുഗലിൻ്റെ രണ്ടാമത്തെ മത്സരത്തിലെ പ്രകടനം ആദ്യ മത്സരത്തേതിൽ നിന്ന് നല്ല മാറ്റം വന്നല്ലോ. പോർച്ചുഗലിന് വീണ്ടും വേൾഡ് കപ്പിൽ കിരീട സാധ്യതയുള്ള ഒരു ടീമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആ പ്രകടനം കാരണമായില്ലേ? കൂടാതെ നിങ്ങൾക്ക് അർജൻറ്റീനയുടെ കളി, ഈ വേൾഡ് കപ്പിലെ കളി കാണാൻ അവസരമുണ്ടായിട്ടുണ്ടോ? അർജൻറ്റീനയുടെ കളി ശൈലി, അതിൽ ഒരു സോളിഡിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതല്ല അവരുടെ പ്രകടനം ലയണൽ മെസ്സിയുടെ സെൻസേഷനായിട്ടുള്ളൊരു പെർഫോമൻസിൽ ഓവർ ഷാഡോഡായി പോയില്ലേ എന്ന തരത്തിലുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. എന്തിനാണ് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ മെസ്സിയെയും അർജൻറ്റീനയും ഒക്കെ അദ്ദേഹത്തോട് ചോദിച്ചത് എന്ന് മനസ്സിലായിട്ടില്ല. കാരണം ഇവർ തമ്മിൽ ഇനിയിപ്പോൾ മുന്നോട്ട് പോയാലൊരു പക്ഷേ ക്വാർട്ടർ ഫൈനൽ ഏറ്റുമുട്ടിയേക്കാം എന്നതൊഴിച്ച് അവർ തമ്മിൽ വലിയ ബന്ധമൊന്നും ഇല്ല. എന്നിരുന്നാലും കോച്ചിനോട് ഇത് ചോദിക്കുകയാണ്. അപ്പോൾ റോബർട്ടോ മാർട്ടിനസ് വളരെ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ അതിനുള്ള മറുപടിയായിട്ട് പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പുറമേ നിന്നുള്ള നോയ്സസ് ഒരു തരത്തിലും പോർച്ചുഗീസ് ടീമിനെ ബാധിച്ചിട്ടില്ല. പുറത്തു നിന്ന് പലതരത്തിലുള്ള വിമർശനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. അത് സ്വാഭാവികമാണ്. അതിനെ ആ അർത്ഥത്തിൽ മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. ഞങ്ങളുടെ ടീം വളരെ മികച്ച രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ കോച്ച് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ച് പറയുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യം, വെനിസ്വലയിലെ ആളുകൾക്ക് എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ കൺവേ ചെയ്യുകയാണ്. അതായത് വെനിസ്വലയിലുണ്ടായ ഭൂകമ്പത്തിൻ്റെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. പോർച്ചുഗലൊപ്പം ഉണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പുറമെ നിന്നുള്ള നോയ്സസ് ഒരു തരത്തിലും ഞങ്ങളെ എഫക്റ്റ് ചെയ്തിട്ടില്ല. അത് ടീമിൻ്റെ മൊറയിലിനെയോ അടുത്ത കളിക്കുള്ള പ്രിപ്പറേഷനെയോ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. പ്ലെയേഴ്സ് എല്ലാം വളരെ ഫോക്കസ്ഡ് ആണ്. ഞങ്ങളിപ്പോൾ മോർ പ്രിപ്പയർഡുമാണ്. പിന്നെ അർജൻറ്റീനയുടെ കാര്യം ചോദിച്ചാൽ, മറ്റു ടീമുകളുടെ മത്സരങ്ങൾ കാണാനുള്ള ഒരു സമയം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ ഓപ്പണൻസിന്, ഞങ്ങളുടെ എതിരാളികളായിട്ട് വരാനുള്ള ടീമുകളുടെ കളി കണ്ടിട്ടുണ്ടെന്നല്ലാതെ അതല്ലാതെ മറ്റ് ടീമുകളുടെ അർജൻറ്റീനയുടെതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, അർജൻറ്റീന ഈ വേൾഡ് കപ്പിൽ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ബട്ട് ഐ ബിലീവ് ദാറ്റ് അർജൻറ്റീന വിൽ കണ്ടിന്യൂ ടു ഹാവ് എ ഗ്രേറ്റ് വേൾഡ് കപ്പ് വിച്ച് വുഡൻ സർപ്രൈസ് മീ എന്നാണ്. അർജൻറ്റീന മികച്ച രൂപത്തിൽ മുന്നോട്ട് പോയാൽ അതിൽ അത്ഭുതപ്പെടാനില്ല, അത് എന്നെ അത്ഭുതപ്പെടുത്തുകയുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. തീർച്ചയായിട്ടും അർജൻറ്റീനയുടെ മികവ് അദ്ദേഹം അംഗീകരിക്കുന്ന തരത്തിലുള്ളൊരു സംസാരമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. എന്തായാലും പോർച്ചുഗൽ ഏതെല്ലാം മേഖലയിലാണ് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ളത് ഓൾറെഡി ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. സോ നമ്മൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് കളിക്കുമ്പോൾ നമ്മൾ കുറേ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഞാൻ ടീമിൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ വളരെയധികം അഭിമാനം കൊള്ളുന്നു. നോർമലി നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ മുന്നോട്ട് പോയിക്കൊള്ളണമെന്നില്ലല്ലോ. ഏതായാലും ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഞങ്ങളെല്ലാം ഇപ്പോഴും ടീം ഒരുമിച്ചാണ് നിൽക്കുന്നത്. അത് ക്രിറ്റിസിസം വന്നാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്. So we have to be human, humble, and once again many feelings to your people എന്ന് വെനിസ്വലക്കാരനായിട്ടുള്ള മാധ്യമപ്രവർത്തകനോടും പറയുകയുണ്ടായി. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.